ഹായ് ഹലോ, ഞാൻ ബീഫ് മന്തി ആട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് ഇതേപോലെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില, തക്കാളി, ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പ്, അതുപോലെ 2-3 ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കാളി പിന്നെ ജ്യൂസാക്കിയിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മാഗീൻ്റെ ക്യൂബും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ബീഫൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി ഇതേപോലെ ഉപ്പും ഏലക്ക ഓയിലൊക്കെ ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞൾപ്പൊടി ഇതേപോലെ രസവെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു 2-3 പച്ചമുളക് ഇതിലൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതേപോലെ കുറച്ച് കണലാക്കി വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളെ ബീഫ് മന്തി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി, പച്ചമുളക്, ഒരു ഉള്ളി, കുറച്ച് ചപ്പ് കേട്ടോ, മല്ലിയില, കുറച്ച് ഉപ്പൊക്കെ കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള നല്ലൊരു കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മയോണൈസും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും മയോണൈസും കൂട്ടിയിട്ട് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ നല്ല അടിപൊളിയായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാം. ഇതൊക്കെ ഇതിന് നമുക്ക് എടുത്ത് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളായിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അരിയൊക്കെ ഒന്നും ഒട്ടാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നമ്മൾ അരി വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒന്നും ഒട്ടാത്ത പറ്റി നമുക്ക് കിട്ടും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ മന്തിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അത് നമ്മളെ മന്തി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.